നമസ്കാരം, ഞാൻ മനോജ് നെടിയേക്കൽ. ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 4/9/2025 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് RSS 4 ഒരു കിലോയ്ക്ക് 191 രൂപ 50 പൈസയ്ക്കും RSS 5 ഒരു കിലോയ്ക്ക് 188 രൂപ 50 പൈസയ്ക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം വന്ന വിലയാണ് ഞാൻ പറയുന്നത്. റബ്ബർ വില കോട്ടയം RSS 4 ഒരു കിലോയ്ക്ക് 192 രൂപ മുതൽ 193 രൂപ വരെയും, RSS 5 ഒരു കിലോയ്ക്ക് 188 രൂപ, ലൂസ് ഒരു കിലോയ്ക്ക് 183 രൂപ, ലോട്ട് ഒരു കിലോയ്ക്ക് 170 രൂപ മുതൽ 175 രൂപ വരെയും, ഒട്ടുപാൽ 75% DRC ഉള്ളതിന് ഒരു കിലോയ്ക്ക് 107 രൂപ 50 പൈസ മുതൽ 112 രൂപ 50 പൈസ വരെയും, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് ഒരു കിലോയ്ക്ക് 115 രൂപ മുതൽ 122 രൂപ വരെയും, ISN 20യുടെ വില ഒരു കിലോയ്ക്ക് 163 രൂപ 50 പൈസ. ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില. ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം. കൊച്ചിയിൽ നടക്കുന്ന വില നോക്കി കഴിഞ്ഞാൽ കോട്ടയത്തേനേക്കായി വില കുറഞ്ഞാണ് അവിടെ കച്ചവടം നടക്കുന്നത്. അതായത് RSS 4 ഒരു കിലോയ്ക്ക് 190 രൂപ മുതൽ 191 രൂപ വരെയും, RSS 5ൻ്റെ വില 188 രൂപ. ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില. ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 170 രൂപ. ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ്. രാവിലെ 172 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 രൂപ കുറഞ്ഞു. 170 രൂപയിലാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത്. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 8500 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 10200 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 11900 രൂപ. ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 723 രൂപയും, കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 703 രൂപ, കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് 693 രൂപ. ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില നോക്കി കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു പവന് 80 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ വില 8 ഗ്രാം ഒരു പവന് 78,360 രൂപയും, 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില 9,795 രൂപ. ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.